ഹലോ ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഗ്ലോ വിത്ത് മീയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ഷോപ്പിന് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മളെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് അടുത്ത ഷോപ്പിൻ്റെ നെയിം വരുന്ന ഗ്ലോ വിത്ത് മീ. നമ്മളെ ചാനൽ നെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോ വിത്ത് മീ എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇന്ന് ഞാനൊരു അടിപൊളി ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. 28-ാം തീയതി നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളുള്ള മോഡൽ നെറ്റുകളും നല്ല അടിപൊളി എംബ്രോയിഡറി നെറ്റുകളും എല്ലാം നമ്മൾ 250 രൂപയായിട്ട് നൽകുന്നതായിരിക്കും കേട്ടോ. 5 നെറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. അപ്പോൾ മാക്സിമം ഈ ഓഫർ നിങ്ങളെല്ലാവരും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. മറ്റുള്ളവരേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇപ്പം സീസണൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് നല്ല തിരക്കാണ്. കാരണം നമുക്ക് ഓഫറൊക്കെ ആകുമ്പോൾ ഒരുപാട് സമയവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓഫറൊന്നും വേണ്ടാന്ന് വെച്ചതായിരുന്നു. മുന്നേ ഞാൻ വീഡിയോയിൽ പറയും ചെയ്തിരുന്നു, നമ്മൾ സീസണായി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു മാസം നമുക്ക് ഓഫറൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളെ ഫോണിൽ ഒരുപാട് കസ്റ്റമർ നമുക്ക് മെസ്സേജ് അയക്കും, നിങ്ങൾ ഓഫർ ഇടുന്നില്ലേ, ഓഫർ വയ്ക്കണില്ലേ. നമ്മളെ വാട്സാപ്പിൽ ഫുള്ള് നമ്മൾ ഓണാക്കി ആ ഒരു മെസ്സേജ് ആട്ടോ, ഞങ്ങൾക്ക് കൊടുക്കണം, നിങ്ങൾ ഓഫർ വയ്ക്കണില്ലേ. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ എന്തോ പോലെയല്ല. അപ്പോൾ നമ്മളുള്ള സമയം നോക്കിയിട്ട് നമ്മൾ ഷോപ്പിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം മോഡൽ വെച്ചിട്ട് ആ ഒരു മോഡൽ വെച്ച് നമ്മളിപ്പോൾ ഒരു ഓഫർ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല വെറൈറ്റി മോഡലാണ് കേട്ടോ നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആവശ്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇന്നത്തെ ഓഫറിൽ ഞാനിവിടെ കാണിക്കുന്ന എല്ലാ നെറ്റി 54, 56, 57 സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ്. 3/4 സ്ലീവാണ്, ഫ്രീ സൈസാണ്. 48 ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത്. പ്യുവർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. നമ്മൾ ഓഫർ സെയിലാണെന്ന് വെച്ചിട്ട് ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ വെച്ചോ റേറ്റ് കുറഞ്ഞ മെറ്റീരിയൽ വെച്ചോ ഒന്നും അല്ല കേട്ടോ. ഒന്നുപോലും നമ്മുടെ ഷോപ്പിൽ സെയിൽ ചെയ്തിരുന്ന സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ് നാളെ ഓഫർ സെയിൽ നിങ്ങൾക്ക് എത്തിക്കുന്നത്. നാളെ ഒറ്റ ദിവസം മാത്രം ഓഫറിൽ കേട്ടോ. കാരണം ഒന്നാമത് നമുക്ക് ടൈമില്ല. അതുപോലെ തന്നെ ഇതിനായിട്ട് നമ്മൾ കുറേ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടൈമില്ലാത്ത കാരണമാണ്. ഇപ്പോൾ ഈ സമയമില്ലാത്ത സമയത്ത് നമ്മളിങ്ങനെ ഒരു ഓഫർ ഇടാനുള്ള കാരണം ഞാൻ മുന്നേ തന്നെ പറഞ്ഞല്ലോ. ഒരുപാട് കസ്റ്റമർ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം മാത്രമേ ഓഫറുള്ളൂ. മാക്സിമം നിങ്ങളെല്ലാവരും ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക, മിസ്സാക്കല്ലേ. പിന്നെ ഈ ഓഫറിൽ നമുക്ക് പ്രത്യേകം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കണമല്ല. മാക്സിമം നമ്മൾ ഈ ഒരു ടൈം നമ്മൾ കളയേണ്ട, വീണ്ടും നമ്മൾ റിട്ടേൺ ആക്കാനുള്ള ഒരു ടൈമും കൂടി ഇല്ലാത്ത കാരണമാണ്. അപ്പോൾ നമുക്ക് റിട്ടേൺ ഉണ്ടായിരിക്കണമല്ല. അപ്പോൾ നിങ്ങൾ സൈസ് ആയാലും കളേഴ്സ് ആയാലും ഒക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അറിഞ്ഞതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ എല്ലാം നമ്മളിവിടെ കൊണ്ടുവരുന്നത് എല്ലാം പ്യുവർ കോട്ടനാണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ട്. അപ്പോൾ നിങ്ങൾ ഈ നൈറ്റൊക്കെ ഇങ്ങനെ കാണുന്നതിൻ്റെ ഇടയിൽ 1, 2, 3 വിശേഷങ്ങളൊക്കെ പറയാവേ. അപ്പോൾ നിച്ചുമോനെ ഇപ്പോൾ ക്ലാസ് ഒന്നും ഇല്ലാത്ത കാരണം ഞാനിവിടെ ഇങ്ങനെ നിർത്തിക്കാൻ കേട്ടോ. അപ്പോൾ എന്തായാലും വീട്ടിൽ അവൻ ഒറ്റയ്ക്ക് നിൽക്കില്ല. അപ്പോൾ നമ്മളവിടെ പോരും. അപ്പോൾ നമ്മളവിടെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ അവനിക്കും തോന്നും ഞാനൂടെ ഇതിൻ്റെ ഒരു ഭാഗമാണ്, ഞാനൂടെയും ചെയ്യേണ്ടതാണ്, അതുപോലെ തന്നെ എൻ്റെയും കൂടി ഉത്തരവാദിത്തമാണിത് എന്നൊക്കെ ചെറിയ കുഞ്ഞു ബോധങ്ങളൊക്കെ നമ്മളെ കുഞ്ഞു മനസ്സിൽ വരാൻ വളരെ ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഇവനോട് നല്ല കേട്ടോ, ഞാൻ മറ്റുള്ളവരോടും അങ്ങനെ തന്നെയാണ് ഇടപഴകൽ. കാരണം അവരും കൂടി വേണം, എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ അവരോടും പെരുമാറുക. അങ്ങനെ നമ്മളെ വിഷമങ്ങളും നമ്മളെ സന്തോഷങ്ങളും നമ്മളെ ഇഷ്ടങ്ങളും തമാശകളും ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കുഞ്ഞു ലോകം. ഒരു ദിവസം തന്നെ ഞാൻ 10ഉം 15ഉം വീഡിയോസൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ഡിസ്പ്ലേ എപ്പോഴും ഒരേ തന്നെ ആയിരിക്കും കേട്ടോ. ഓരോ വീഡിയോയിലും ഒരേ തന്നെ ആയിരിക്കും നിങ്ങൾ കാണുക. കാരണം അതൊക്കെ പലതും പോയതായിരിക്കും. എന്നാൽ നമ്മൾ പിന്നെ അങ്ങനെ ഡിസ്പ്ലേ മാറ്റാനൊക്കെ നിൽക്കുമ്പോൾ സമയം പോകുമല്ലോ. ഇപ്പോൾ നമുക്ക് സീസണൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ടും കൂടി നമ്മളത് മാറ്റാൻ നിൽക്കാറില്ല കേട്ടോ. പലരും ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് ഇതുണ്ടോ ചോദിച്ചിട്ട് വരും. ചിലപ്പോൾ നമ്മൾ ദിവസങ്ങൾക്ക് മുന്നെടുത്ത വീഡിയോസ് ആയിരിക്കും. അതൊന്നും ഒറ്റ പീസ് പോലും നമ്മളതിൽ ബാലൻസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ബാക്കിൽ കണ്ട ഈ ഒരു ഡിസ്പ്ലേ ഉണ്ടല്ലോ, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു മോഡലായിരുന്നു കേട്ടോ. അതിൻ്റെ 2 കളേഴ്സ് ഞാൻ എടുത്തായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അത് ഷോൾ നെറ്റിയാണ്, നല്ല ഇഷ്ടമായി എൻ്റെ ഒരു മോഡലൊക്കെ. അപ്പോൾ അതിൻ്റെ ഒറ്റ പീസ് പോലും ഇപ്പോൾ നമ്മളതിൽ ഇല്ല കേട്ടോ. ഒക്കെ സ്റ്റോക്ക് ഔട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്നിവിടെ കാണിക്കുന്ന സ്ലീവ് ഉണ്ട്. അത്യാവശ്യം നല്ല ഇറക്കത്തിനായിട്ടോ സ്ലീവൊക്കെ വന്നിട്ടുള്ളത്. എല്ലാവരും സ്ലീവ് കൂടുതൽ വേണമെന്നാണ് എല്ലാവരും ആഗ്രഹം. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നന്നായിട്ട് സ്ലീവ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഹാഫ് സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പീസ് നിങ്ങളങ്ങ് എടുത്ത് മാറ്റിയാൽ നിങ്ങൾക്ക് അത് ഹാഫ് സ്ലീവായിട്ട് യൂസ് ആക്കാൻ പറ്റും. നമുക്കൊരുപാട് നെഗറ്റീവ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ചിലവരൊക്കെ ധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ, നെഗറ്റീവായാൽ നമ്മളങ്ങ് തകർക്കാൻ പറ്റും. എന്നേന്നല്ല കേട്ടോ, നെഗറ്റീവ് അടിക്കുന്ന എല്ലാവരും അങ്ങ് തകർക്കാൻ പറ്റും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പക്ഷേ ചിലവരൊക്കെ മൈൻഡ് അങ്ങനെ ആയിരിക്കും കേട്ടോ, വളരെ ദുർബലമായിരിക്കും. അപ്പോൾ നെഗറ്റീവ് അടിക്കുമ്പോൾ വല്ലാത്ത സങ്കടവും വിഷമമൊക്കെ ആയിട്ട് പിന്നെ അവരങ്ങനെ ഒന്നും ചെയ്യാണ്ട് അങ്ങ് ഒതുങ്ങി കൂടുന്ന പ്രകൃതക്കാരും ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. എനിക്ക് നെഗറ്റീവ് അടിക്കുന്നിടത്തോളം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. കാരണം നമ്മളിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വ്യക്തി കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ എന്തെങ്കിലും ഒരു നന്മ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു മെച്ചുണ്ട് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കുക കേട്ടോ. അല്ലാതെ അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇപ്പോൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ റോട്ടിൽ കൂടെ പോകുന്ന ഒരാളെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും നെഗറ്റീവ് പറയില്ല. കാരണം ആളെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല, ആളോട് നമുക്കൊരു അസൂയില്ല. അപ്പോൾ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. നേരെ മറിച്ച് നന്നായിട്ട് ജീവിക്കുന്ന ഒരാളെ നോക്കിയിട്ട് നമ്മൾ അസൂയപ്പെടാറില്ല. ആളെ പോലെ എനിക്കും ആകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ചിലരെങ്കിലുമൊക്കെ, എൻ്റെ പോലെ ആവണമെന്നല്ല കേട്ടോ പറഞ്ഞത്, എന്നാലും ചിലരെങ്കിലുമൊക്കെ അസൂയപ്പെടാറില്ല. അപ്പോൾ ഞാൻ ചിന്തിക്കും, നമ്മളിൽ നെഗറ്റീവ് കാണുമ്പോൾ നമ്മളിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഉള്ളത് കാരണമാണല്ലോ അവർക്ക് അത് നെഗറ്റീവായി തോന്നണമെന്ന് ചിന്തിക്കുക. അപ്പോൾ ഒന്നും കൂടി മോട്ടിവേഷനാണ് കേട്ടോ നെഗറ്റീവ്. അപ്പോൾ ഒരു പരിധി വരെ ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒന്നും നിർത്താതെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം. ചിലപ്പോൾ നിങ്ങളെ നെഗറ്റീവ് കൊണ്ടായിരിക്കാം. അപ്പോൾ അതിനെന്തായാലും ഒരു താങ്ക്സ് പറയണ്ടേ.
ഇത് കേൾക്കുമ്പോൾ എല്ലാവരും നെഗറ്റീവ് എന്നൊന്നും അല്ല കേട്ടോ. കുറച്ച് പേര്, നമുക്കൊരു 100% ഉണ്ടെങ്കിൽ അതൊരു 25% പേരെ നെഗറ്റീവ് പറയുള്ളൂ. ബാക്കി 75% പേര് മനസ്സിലാക്കി സംസാരിക്കാറുണ്ട്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടാൽ വളരെ സ്നേഹത്തോടുകൂടി സംസാരിക്കാറുണ്ട്. അവരൊക്കെ നമുക്ക് ഒരുപാട് പ്രചോദനമാണ് കേട്ടോ. ഒരിക്കലും അവരൊന്നും നമ്മളെ തളർത്തുന്നില്ല. കാരണം നെഗറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് തളർത്തുക എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാലും അത് നമ്മുടെ മനസ്സിൽ സ്നേഹമാണ്. അവരോടൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും സ്നേഹം മാത്രമേ ഉള്ളൂ. എനിക്കങ്ങനെ ആരോടും അസൂയ കുശുമ്പ് അങ്ങനെ ഒന്നും തോന്നാറില്ല കേട്ടോ. അത് പറയുമ്പോൾ ചിലരൊക്കെ പറയും കള്ളം പറയുകയാണെന്ന് വിചാരിക്കും കേട്ടോ. അങ്ങനെയൊന്നുമില്ല. കാരണം വെച്ചാൽ നമുക്ക് ഈ ലോകത്ത് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഏതറ്റം വരെ എത്താൻ പറ്റും. കാരണം നമ്മൾ വിചാരിക്കണം, നമുക്ക് സാധിക്കും, നമ്മളത് ചെയ്യും, റിസ്ക് എടുക്കണം എന്ന് നമ്മൾ ചിന്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാം സാധിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് എനിക്ക് സാധിക്കാതെ തോന്നിയ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ നമ്മളെ മാതാപിതാക്കൾ, അത് നമുക്കൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത നഷ്ടമാണ്. അതൊക്കെ നമുക്ക് ലൈഫിൽ ഒരു പ്രാവശ്യം മാത്രം ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ മക്കൾക്കും കൊടുക്കുന്ന ഉപദേശം എന്താണെന്ന് വെച്ചാൽ സത്യം മാത്രമേ പറയാവൂ. നമുക്ക് തെറ്റ് പറ്റിയാൽ അത് തെറ്റാണ്, ഞാനത് ചെയ്തു എന്ന് സമ്മതിക്കണം. നിങ്ങൾ എൻ്റെ മുമ്പിൽ സത്യം പറഞ്ഞു പഠിച്ചാൽ നാളെ സമൂഹത്തിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് കളവ് പറയാൻ തോന്നില്ല. സത്യം മാത്രമേ പറയുള്ളൂ എന്നാണ് കേട്ടോ. എൻ്റെ ഒരു ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളാട്ടോ. നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും വിഷയമല്ല എന്നുള്ളത്. കാരണം സാമ്പത്തികമോ അതിലെ മറ്റുള്ളവരെ തളർത്തലോ ഒന്നും നമ്മളെ ലക്ഷ്യത്തിലെത്താൻ നമുക്കിതൊന്നും ഒരു തടസ്സമല്ല കേട്ടോ. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നമുക്ക് ലഭിക്കുന്ന ഭാഗ്യങ്ങളാണ് നമ്മളെ സമയം, അതുപോലെ തന്നെ നമ്മളെ യൗവനം, അതുപോലെ നമ്മളെ മാതാപിതാക്കൾ. ഇതൊന്നും നമുക്ക് ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് വീണ്ടും റിവേഴ്സായിട്ട് വന്നിട്ട് കിട്ടാത്ത ഭാഗ്യങ്ങളാണ്. ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന എല്ലാ നൈറ്റി 54, 56, 57 സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. 3/4 സ്ലീവാണ്, ഫ്രീ സൈസാണ്, 48 ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത്, പ്യൂർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോഡലിൽ നമ്മൾ ഷോൾ നൈറ്റ് ചെയ്തിരുന്നു, കഫ്താൻ നൈറ്റ് ചെയ്തിരുന്നു, മോഡൽ നൈറ്റ് ചെയ്തിരുന്നു. നല്ല സെയിൽ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഒരുപാട് എൻക്വയറി വന്നത് നമുക്ക് പിന്നീട് കൊടുക്കാൻ പറ്റാത്തതായിട്ടൊരു മോഡലായിരുന്നു കേട്ടോ അത്. ഒരിക്കൽ കൂടി പറയണേ, 28-ാം തീയതി നമ്മളിന്ന് പർച്ചേസ് ചെയ്യണ എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളെല്ലാം മോഡൽ നൈറ്റുകളും നല്ല അടിപൊളി എംബ്രോയിഡറി നൈറ്റുകളും എല്ലാം നമ്മൾ 250 രൂപയായിട്ട് നൽകുന്നതായിരിക്കും. 5 പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് തീർച്ചയായിട്ടും ഫ്രീ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പോസ്റ്റ് വഴിയാണ് 2-3 ഡേയ്സ് ആയിരുന്നു നമ്മൾ ടൈം പറഞ്ഞ്, TDC വഴിയാണ് പിറ്റേഴ്സിനെ കിട്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം നമുക്ക് സീസൺ ആയത് തന്നെ അതിൻ്റെ തിരക്ക് കാരണം എല്ലാം നമുക്ക് 1-2 ദിവസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ ഈ ഓഫർ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. മറ്റുള്ളവരേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും